നമുക്കെല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് പറഞ്ഞു തരട്ടെ. ചക്കക്കാലായാലും അറിയാലോ, വരിക്കച്ചക്കയും പഴഞ്ചക്കയും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ പ്ലാവൊന്നും ഇല്ല, എവിടെ നിന്നും കിട്ടുവാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ ചക്കയുടെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടും ചക്ക മുറിച്ചിട്ടും ഒക്കെ നമ്മുടെ കത്തി അതിൻ്റെ ചക്കയുടെ പശ ഉണ്ടാവില്ലേ, ഞങ്ങളിവിടെ വെളിഞ്ഞിരുന്നൊക്കെയാണ് പറയുക. ആ വെളിഞ്ഞിര് കത്തിയിലുണ്ടെങ്കിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യുക? ഒന്നുകിലും നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ട് ആ കത്തിയൊക്കെ ഒന്നങ്ങ് പുരട്ടും അല്ലേ, നമ്മുടെ കയ്യിലൊക്കെ അങ്ങ് പുരട്ടില്ലേ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ടിപ്പും കൂടെ ഉണ്ട്. കത്തിയുടെ മുകളിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ചകിരി കൊണ്ട് ഒന്ന് തടവിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അത് അങ്ങ് പോകും. അതിനേക്കാളും എളുപ്പത്തിൽ പോകുന്ന വേറൊരു വിദ്യയുണ്ട്. ഒന്ന് ഗ്യാസ് ഓൺ ചെയ്യുക, ആ ഒരു ഫ്ലെയിമിൽ നമ്മൾ കത്തി കാണിക്കുക. അപ്പം ആ ഒരു പശയൊക്കെ ഇങ്ങനെ ഉരുകി വരുന്നത് കാണാം. അങ്ങനെ ഉരുകി വന്നതിന് ശേഷം, അതായത് ഉരുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളത് നല്ലൊരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ചകിരി കൊണ്ടോ തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ കത്തിയിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് പോകുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ചക്കയുടെ പശയൊക്കെ ഒഴിവായി കിട്ടും. പഴുത്ത വരിക്കച്ചക്ക അരിഞ്ഞിടുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നറിയില്ല. പകുതിയും എൻ്റെ വായിൽ തന്നെയായിരിക്കും പോകുക കേട്ടോ. അത്രയും ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതാണ്. നമ്മുടെ പ്ലാവൊക്കെ പൊരിഞ്ഞ് വീണല്ലോ. നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് കേട്ടോ. ഫ്ലെയിം ഒന്ന് ഫ്ലെയിമിൽ കാണിച്ചാൽ തന്നെ ആ കത്തിയുടെ പശയൊക്കെ അങ്ങ് ഉരുകി വരും കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഓഫ് ചെയ്തിട്ട് തുടച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അങ്ങ് പോവും. ഇനിയിപ്പോൾ ചൂടാക്കി കഴിഞ്ഞാൽ കത്തിയുടെ മൂർച്ച പോകുമോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ കത്തി അണയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനായിട്ട് ടൂളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഇഞ്ചി കുത്തുന്ന കല്ലുണ്ടാവില്ലേ, അല്ലെങ്കിൽ അമ്മിക്കല്ലുണ്ടാവില്ലേ, എന്താണെങ്കിലും ആ ഒരു കല്ലിൻ്റെ മുകളിൽ, ഞാൻ അധികവും ഇഞ്ചി കുത്തുന്ന കല്ല് തന്നെയാണ് ഉരക്കുക. അത് ആ കല്ലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ചെറിയ കുട്ടിയില്ലേ, അതിലേതിൽ ഉരച്ച് കഴിഞ്ഞാലും നമ്മുടെ കത്തിക്ക് നല്ല മൂർച്ച കിട്ടും. ഈ ഒരു 2 ടിപ്പ് ഒന്ന് നന്നായിട്ട് ഓർത്ത് വെച്ചോളൂ. കാരണം ഓരോ വർഷവും ഓരോ തവണ മാത്രമല്ലേ നമുക്ക് ചക്ക സീസൺ ഉണ്ടാവും. അപ്പോൾ ഇത് മറന്നു പോകണ്ട കേട്ടോ. ഈ 2 ടിപ്പും നമ്മൾ ഓൺലൈനിൽ കത്തി അണക്കാനുള്ള ടൂളൊക്കെ കിട്ടുന്നുണ്ടാവും, നിങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഞാനിതുവരെ വാങ്ങിയിട്ടില്ല. കാരണം ഇത് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്, ഈ ഇഞ്ചി കുത്തുന്ന കല്ല്. അപ്പോൾ ഉപകാരമുള്ള ഈ ഒരു കാര്യം കയ്യിലുണ്ടാകുമ്പോൾ പിന്നെ വെറുതെ വാങ്ങണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല. അതെങ്ങനെയാണ്, നന്നായിട്ട് മൂർച്ച കിട്ടുമോ എനിക്കറിയില്ല. നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇനി 3ാമത്തെ ടിപ്പ് പറയാം. നമ്മൾ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ അങ്ങ് കൂടുമ്പോൾ ഒന്ന് അടുക്കളയിൽ നിന്ന് പിശിക്കാറില്ലേ. കാരണം നമ്മൾ പൊരിച്ച എണ്ണ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ തവണയും നമ്മൾ എണ്ണ എടുക്കുമ്പോൾ അതങ്ങ് കളയേണ്ടി വരും. അപ്പോൾ പപ്പടമൊക്കെ കാച്ചുന്ന സമയത്ത് കുറേ എണ്ണ എടുത്തിട്ട് ഒരു പപ്പടം അങ്ങനെ അങ്ങ് നമ്മൾ അത് പൊരിച്ചെടുക്കുമ്പോൾ ഒരുപാട് എണ്ണ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ നമ്മൾ കളയുകയും ചെയ്യണ്ടേ, വീണ്ടും ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അതായത് കുറച്ച് എണ്ണ മാത്രം എടുത്ത് ചൂടാക്കുക. പപ്പടം ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വറുത്ത് നോക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം എണ്ണയിൽ കൂടുതൽ പപ്പടം കാച്ചിയെടുക്കാൻ പറ്റും കേട്ടോ. അതായത് നമുക്ക് എണ്ണ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരില്ല. നമ്മൾ കളയുന്ന എണ്ണയാണല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ടിപ്പ് പറയുന്നത്. കാണുമ്പോൾ നമുക്ക് പകുതിയായിട്ട് പപ്പടം തോന്നുവാണെങ്കിലും നമുക്കിപ്പം ആവശ്യത്തിന് കിട്ടുമല്ലോ. വീട്ടിലെല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുറിച്ച പപ്പടമാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി 4ാമത്തെ ടിപ്പ്, നമ്മൾ സാധാരണ പച്ചക്കറികളൊക്കെ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നവരും ഉണ്ടാകും. ഇനി അങ്ങനെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാൻ നോക്കുമ്പോൾ നന്നായിട്ട് ഉപ്പും മഞ്ഞളിട്ടിട്ട് കഴുകുന്നവരും ഉണ്ടാകും. ഞാൻ ആദ്യം അങ്ങനെയായിരുന്നു ചെയ്യാറുള്ളത്. അതായത് യൂസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രം വെള്ളത്തിലിട്ടിട്ട് ഉപയോഗിക്കുക. അപ്പോൾ വാങ്ങിയ ഉടനെ തന്നെ അങ്ങനെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കലായിരുന്നു. ചീഞ്ഞു പോകുമോ എന്നുള്ള പേടി കൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. പക്ഷേ ഈ ഒരു ടിപ്പ് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് ഉപ്പും മഞ്ഞളുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ വിനാഗിരിയുള്ള വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകി അതിങ്ങനെ അരിപ്പക്കൊട്ടയിൽ അങ്ങ് വെക്കും. എന്നിട്ട് ഇതേപോലെയുള്ള ഒരു ബോക്സിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് നിരത്തി വെച്ച് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ഉപകാരമാണ് ഇതിനുകൊണ്ടുള്ളത്. അതായത് നമ്മൾ എടുക്കുന്ന സമയത്ത്, അതായത് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ കഴുകൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, ഈ പച്ചക്കറികളൊന്നും പെട്ടെന്ന് ചീഞ്ഞു പോവുകയില്ല. പിന്നെ നമുക്ക് നല്ല ഓർഗനൈസായിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയൊക്കെ മുന്നേ വാങ്ങി വെച്ചിട്ട് ബാലൻസ് ഉള്ളതാണ്. അതിന് ചെറിയൊരു ഒരു കുത്തുപോലെയൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ പുതിയ ഫ്രഷ് ആയിട്ടുള്ളത് അടിയിൽ വെച്ചിട്ട് ഏറ്റവും മുകളിൽ അത് എടുത്തു വയ്ക്കും. അത് കെട്ടൊന്നും പോയതല്ല. അപ്പോൾ ഇനിയും അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചീഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇത് ടിഷ്യൂ പേപ്പർ വെക്കുന്നത് കൊണ്ടാണ്. ഇതിപ്പോൾ 2 ആഴ്ചയായി കേട്ടോ ആ ഒരു തക്കാളി. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് ഇങ്ങനെ വെക്കുന്നത് കൊണ്ടാണ് തക്കാളിയൊക്കെ ഇത്രയും ലാസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കഴുകി അങ്ങനെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. വെള്ളം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അരിപ്പക്കൊട്ടയിലോ അല്ലെങ്കിൽ നല്ലൊരു ടർക്കീൻ്റെ മുകളിലോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് കഴുകി വെച്ചതിന് ശേഷം ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്കങ്ങ് അരിഞ്ഞിടാലോ. അല്ലെങ്കിൽ ഇതിങ്ങനെ വീണ്ടും നമുക്ക് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നല്ല സമയവും പോകും. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാം മടക്കി പെറുക്കി വെച്ച് ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്യുവാണെങ്കിൽ പണിയൊക്കെ എളുപ്പം കഴിയില്ലേ.
ടിഷ്യൂ പേപ്പർ രണ്ടായിട്ട് ഒട്ടിപ്പിടിച്ചതുപോലെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആക്കിയിട്ടും ചെയ്യാം. ഞാൻ അതാണ് അങ്ങ് കാണിച്ചു തന്നത്. പക്ഷേ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. കട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതല്ലേ, അപ്പം ഈർപ്പം തീരെ അതിൻ്റെ വെജിറ്റബിളിൻ്റെ മേലെ തട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിയത്. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ കടലക്കറിയൊക്കെ വയ്ക്കുമ്പോൾ ചിലപ്പം വിസിൽ പെട്ടെന്ന് പോകാതെ ആ ഒരു ടോപ്പിൻ്റെ മൂടിയുടെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കറി തിളച്ച് മറിയുന്നത് അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഈ ഒരു റിങ് ഉണ്ടാവില്ലേ, ഈ റബ്ബറിൻ്റെ ടയർ, ഈ സീലിംഗ് റിങ് ലൂസാവുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഇത് നമുക്ക് കടയിൽ കൊണ്ടുപോയിട്ട് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് അതായത് മാറ്റുന്നതിന് മുന്നേ ഈ ഒരു കാര്യം ആദ്യം ചെയ്ത് നോക്ക്. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ആ ഒരു റിങ് എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുക, നന്നായിട്ട് തണുപ്പിക്കുക. എന്നിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം എടുത്തിട്ട് നിങ്ങളൊന്നിങ്ങ് ചെയ്ത് നോക്ക്. അത് സൈഡിൽ കൂടെ ഒന്നും തെറിക്കില്ല കേട്ടോ. അത് ടൈറ്റായിട്ട് പെട്ടെന്ന് കിട്ടും. എന്നിട്ടും റെഡി ആവുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ മാറ്റി വാങ്ങിയാൽ മതി. ഇനി വെയിറ്റ് ഇടുന്ന ഭാഗത്തുകൂടെ ഇങ്ങനെ കറിയൊക്കെ ഇങ്ങനെ ലീക്കായിട്ട് വിസിൽ വരാൻ വൈകുന്നുണ്ടെങ്കിൽ ഈ ഒരു 2 കാര്യങ്ങൾ ചെയ്ത് നോക്കൂ. ഒന്നുകിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടലക്കറി വെച്ച് നോക്കുക. പക്ഷേ അങ്ങനെ വെച്ചപ്പോൾ എനിക്ക് സക്സസ് ആയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതുപോലെ സ്പൂൺ ഇട്ടിട്ട് ചെയ്ത സമയത്ത് ഭയങ്കര സക്സസ് ആയി. അതായത് കറി ഒരു തുള്ളി പോലും ആ ഒരു വെയിറ്റ് ഇടുന്ന ഭാഗത്തൂടെ പുറത്തേക്ക് മറിയാതെ തന്നെ വിസിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ശാസ്ത്രം എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിതൊരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എനിക്ക് കുറച്ച് കറി പുറത്തേക്ക് തൂകിയിട്ടുണ്ട്, അധികം വന്നിട്ടില്ലെങ്കിലും. പക്ഷേ ഇതുപോലെ സ്പൂൺ ഇട്ടപ്പോൾ ഒട്ടും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. ഇനി അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ തേങ്ങയൊക്കെ പൊതിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ ചിലർ ഓരോ ദിവസം അന്നുള്ള തേങ്ങ മാത്രമേ എടുക്കൂ, 1-2 മാത്രമേ എടുക്കൂ. പക്ഷേ ചിലർ ഇതുപോലെ കുറേ ഒരുമിച്ചിട്ട് ഉരിച്ച് വെക്കും അല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലിപ്പം നമ്മുടെ വീട്ടിലിപ്പം തെങ്ങൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നൊക്കെ എടുത്തിട്ട്, ഇത് എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ, ഒരുമിച്ച് അവിടെ നിന്ന് പൊതിച്ചിട്ട് കൊണ്ടുതരിക ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്കിപ്പം ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഒരു 15-20 എല്ലാം ഒരുമിച്ച് കിട്ടും. അപ്പം അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇതേപോലെ ആ ഒരു ചകിരിയുടെ തുമ്പില്ലേ, അത് മുഴുവനായിട്ട് പോക്കാതെയാണ് കൊണ്ടുവരിക. അപ്പോൾ കുറേ കാലം നമുക്കിത് മാക്സിമം 1 മാസത്തോളം ഒരു കേടും ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റും, അത് തേങ്ങ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടും കൂടി ആകുമ്പോൾ ഉള്ളിൽ ആ ഒരു തേങ്ങേൻ്റെ വെള്ളമൊക്കെ ചീത്തയായിട്ട് തേങ്ങ മോശമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ചകിരിയുടെ ഭാഗമില്ല, ആ തുമ്പ് ഭാഗം നമുക്ക് ഒഴിവാക്കാതെ ഇങ്ങനെ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ പാലപ്പവും വെള്ളാപ്പവും ഒക്കെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലാണ് ചുടുന്നതെങ്കിൽ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ല കൊള്ളി പോലെ, അതായത് ഇങ്ങനെ കറുമുറാന്ന് പോലെ സൈഡൊക്കെ ഇങ്ങനെ വരില്ലേ. ചിലർക്ക് അങ്ങനെയുള്ള പാലപ്പവും ഇല്ലെങ്കിൽ വെള്ളയപ്പമൊക്കെ ആയിരിക്കും ഇഷ്ടം. നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ നമ്മൾ സോഫ്റ്റായിട്ട് താളു പോലെയാണ് വരിക. അപ്പോൾ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിൽ നിന്ന് പെട്ടെന്ന് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കിട്ടാതെ പിടിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഒരു മുട്ട എടുത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പം എളുപ്പത്തിൽ തന്നെ വരുന്നതുകൊണ്ട് ഞാനത് ചെയ്ത് കാണിക്കുന്നില്ല. അതായത് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക, മുട്ട പൊട്ടിക്കുക. അപ്പോൾ നമ്മൾ വെറുതെ കളയണ്ട, അതിൽ കുറച്ച് ഉപ്പും ഒരു കുരുമുളകും ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചീൻചട്ടി സ്മൂത്ത് ആയിരിക്കും. ഇപ്പോൾ അരി ദോശയൊക്കെ ചുടുമ്പോൾ ദോശക്കല്ലിലും, അതായത് ഇരുമ്പിൻ്റെ എന്താണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ചീൻചട്ടി അല്ല കാണിക്കുന്നത്, ദോശക്കല്ലിൽ ഒരു മുട്ട പൊട്ടിച്ച് വെറുതെ ഒരു ബുൾസൈ ആക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ചിക്കുന്നില്ല, അത് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നല്ല സ്മൂത്ത് ആയതുകൊണ്ട് വെറുതെ ചുട്ട് എടുക്കുന്നു മാത്രം. നമ്മുടെ ഗ്യാസിൻ്റെ ബേണറൊക്കെ നല്ല ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി. അതായത് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ചൂടാക്കിയിട്ട് അതിൽ ചെറുനാരങ്ങയും ഡിഷ് വാഷർ ലിക്വിഡ് എന്താണെങ്കിലും അതും വിനാഗിരിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വൃത്തിയായിക്കോളും. ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ തന്നെ അടുക്കളയിലെ ടാപ്പിൻ്റെ മേൽഭാഗവും എല്ലാം നല്ല ക്ലീനായിട്ട് ഇങ്ങനെ വെട്ടി തിളങ്ങണമെങ്കിൽ ഈ ഒരു കിച്ചൺ സൊല്യൂഷൻ, അതായത് ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അതിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂണ് നമ്മുടെ ഉപ്പില്ലേ, ഉപ്പും 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയും, ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡയും, 1 ടേബിൾ സ്പൂണ് നമ്മുടെ വിം ലിക്വിഡോ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡും 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് അതിലേക്ക് നമുക്ക് 500 ml അങ്ങനെ അത്രയും വെള്ളവും ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക. ആവശ്യമുള്ള ഭാഗമൊക്കെ വൃത്തിയാക്കുമ്പോൾ നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി നോക്ക്. സ്റ്റീൽ സ്ക്രബ്ബർ എടുക്കേണ്ട, പച്ച നിറത്തിലുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കിയാൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി അടുത്ത ടിപ്പ്, ഇതും ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ 5-6 മിനിറ്റ് വേവിക്കുമല്ലോ, അപ്പോൾ തന്നെ അത് തൊലി പൊളിക്കുമ്പോഴാണ് ചിലപ്പം മുട്ടയുടെ ആ ഒരു വെള്ള ഭാഗവും കൂടെ ആ തൊലിയോടുകൂടെ വരില്ലേ, അങ്ങനെ വരുന്നത്. അപ്പം മുട്ട പുഴുങ്ങിയിട്ട് നമ്മളത് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. റണ്ണിങ് വാട്ടറിൽ ഇത്തിരി സമയം പിടിച്ച് വെച്ചാലും മതി. അതായത് അത് നന്നായിട്ട് തണിയണം. എന്നിട്ട് തൊലി മാറ്റാനൊന്ന് ശ്രമിച്ച് നോക്ക്, പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടും.
ഇനി നമുക്ക് എപ്പോഴും പരാജയപ്പെട്ട ഒരു ഏരിയ ഇത്, അതായത് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിക്കർ ഇളക്കി വരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അവിടെ ഇതൊക്കെ ഞാനൊരു ശ്രമിച്ചിട്ട് എനിക്ക് പറ്റായിട്ട് ഞാൻ മാറ്റി വെച്ചൊരു സാധനമാണ്. അപ്പം ഇതിങ്ങനെ ചുരണ്ടിയിട്ട് പോക്കാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. നല്ല സ്മൂത്തായിട്ട് നമുക്കത് ഇളക്കി മാറ്റാൻ പറ്റും കേട്ടോ. ഇതിപ്പം എൻ്റെ ഗ്യാസ് തീർന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ടൊരു പ്രയോഗം നടത്തി നോക്കിയതാണ്. മെഴുകുതിരി ആയതുകൊണ്ട് നല്ല കരി വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് അതിശയം വന്നുപോയി. കാരണം ഞാനതങ്ങ് എടുക്കുമ്പം തന്നെ കണ്ട അതങ്ങ് വീണുപോയി ആ ഒരു സ്റ്റിക്കറേ, കണ്ടോ നിങ്ങൾ? അപ്പോൾ അത്രയും കണ്ട ഈ ഒരു കരിഞ്ഞു പോയത് കൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. കൈകൊണ്ട് ഇളക്കുമ്പം തന്നെ അങ്ങ് ആ പശയൊക്കെ ഇങ്ങനെ ലൂസായിട്ട് അങ്ങ് ഇളകി വരുന്നത്. ആ ചെറിയൊരു ഭാഗവും കൂടെ ഞാനൊന്ന് ചൂടാക്കിയിട്ട് കാണിച്ചു തരാം. കരി ആയതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടാവില്ല. ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ കൈകൊണ്ട് എടുക്കാത്തത്. ഒന്ന് നമ്മുടെ ഒരു സ്റ്റീലിൻ്റെ സ്പൂണ് കൊണ്ട് എടുത്ത് ഇളക്കുമ്പോൾ തന്നെ അതങ്ങ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട ചൂടായതുകൊണ്ടാണ് അതൊന്നങ്ങ് നീക്കുമ്പോൾ തന്നെ കണ്ട കയ്യിലേക്ക് വന്നത്. അപ്പം ഇതിപ്പം കുറച്ചും കൂടെ വൃത്തിയിൽ ഞാൻ അപ്പുറത്തെ ഗ്യാസ് കൊണ്ടൊന്ന് കാണിച്ചു തരാം. ആ കരി ഒന്ന് സോപ്പിട്ടിട്ട് പോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു സ്റ്റിക്കറിൻ്റെ പാടേ ഇല്ല, നമ്മൾ ആ ഒരു പശ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞു സ്റ്റിക്കർ. ഇവിടെ നിന്നുള്ളത് ഞാൻ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് കാണിച്ചു തരാം. നല്ല ചൂടാവണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയാൽ മതി. പിന്നെ ഗ്യാസ് ആകുമ്പോൾ കരിയൊന്നും വരില്ലല്ലോ. നമ്മുടെ കൈ പൊള്ളാതെ സൂക്ഷിച്ചാൽ മതി. ചൂടാക്കിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ കൊണ്ട് തട്ടി മാറ്റുമ്പോൾ തന്നെ അങ്ങ് എടുക്കാൻ പറ്റും. കൈ കൊണ്ട് റിസ്കിന് നിൽക്കേണ്ട, കൈ പൊള്ളുവേ. ഇന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോലെ. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഗൗരീസ് ഹോം എന്ന് സെർച്ച് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും അതും കൂടെ അറിയിക്കാൻ വിട്ടുപോലെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുവാണേ.